നല്ല പെടക്കണ ഞണ്ടാണ്. നല്ല അയ്യോ സോറി, പെടക്കണ മീനല്ലേ, സോറി, പെടക്കണ അല്ല, ജീവനുള്ള ഞണ്ടാണ്. അങ്ങനെയാ പറയാ, ജീവനുള്ള മീൻ അല്ല ഞണ്ട്. ഓ ഓ ഓ ഓ തൊടക്കിട്ടെ തൊടക്കിട്ടെ തൊടക്കിട്ടെ. ഹലോ കർത്താവ് മാന്ത മാറ്റി വിരലടക്കം പോട്ടോ. ദേ എനിക്ക് പറയാനുള്ളത് ഒരു ഡിസ്ക്ലെയിമർ ആണ്. വീട്ടിൽ ഇത് ആരും അനുകരിക്കരുത്. എന്നെ പോലെ കടലും കായലിലും ഒക്കെ നീന്തി തുടിച്ച് വളരെയധികം ജനിച്ച് വളർന്നിട്ടുള്ള അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് കടലമ്മയുടെ മക്കൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഇനത്തിൽപ്പെടുന്നതാണല്ലോ ഞാനും മോളിച്ചേച്ചൊക്കെ. അങ്ങനെയുള്ളവർ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ. എന്നെ പോലെ നിങ്ങൾ അനുകരിക്കരുത് ഗൈസ്. ഈ ഓട്ടോ ചേട്ടന്മാരെ എന്ന് പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളികളെ ശരിക്കും നല്ല രീതിയിൽ നമിക്കണം. കാരണം അവരുടെ കനിവോടുകൂടി നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച ഞണ്ട് ഇവിടെ ഉണ്ട്. എളുപ്പമല്ല കേട്ടോ. നമ്മളൊന്ന് കുറച്ചു നേരം ഒന്ന് വഞ്ചിയിൽ പോയി വന്നപ്പോഴേക്കും എന്തൊരു വെയിൽ. അവരെയൊക്കെ ശരിക്കും സമ്മതിക്കണമല്ലേ. ഒരു നേരം മീനില്ലെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മൾ എത്ര പേര് വീട്ടിൽ അമ്മമാരുടെ അടുത്ത് മുഖം ചുളിക്കാറുണ്ട്, ഇന്ന് മീൻ കറിയില്ലേ, ഞാൻ ചോറുണ്ടില്ല എന്നൊക്കെ.